and floral formula Fabili fabaceae. Zygomorphic, flower zygomorphic, bisexual, calyx, sepals 5, gamosepalous, corolla petals 5, 1+2+2 arrangement. ലാസ്റ്റ് 2 കീൽ പെറ്റൽസ് ചെറുതായിട്ട് ഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ട് അത് യൂണിയൻ കാണിക്കുന്നു. ആൻഡ്രിഷ്യം സ്റ്റേമൻസ് 10, ഡൈഅഡൽഫസ് കണ്ടീഷൻ, 9 ഒരു ബണ്ടിലായിട്ടും 1 ഫ്രീയും. ദെൻ ഗൈനീഷ്യം സുപ്പീരിയർ മോണോകാർപ്പലറി സുപ്പീരിയർ ഗൈനീഷ്യം. അപ്പോൾ സുപ്പീരിയർ ഗൈനീഷ്യം ആയതുകൊണ്ട് ഈ ഫ്ലോറൽ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. ഈ ഫ്ലോറൽ ഫോർമുല നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ കണ്ടീഷൻസ് നമുക്ക് ഈ ഫ്ലോറൽ ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്ലവർ എന്ന് പറയുന്നത് സൈഗോമോർഫിക്കാണ്, ബൈസെക്ഷുവലാണ്. ഫ്ലവർ സൈഗോമോർഫിക്, ബൈസെക്ഷുവൽ. ദെൻ ഇവിടെ ഗൈനീഷ്യത്തിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ സുപ്പീരിയറാണ് ഗൈനീഷ്യ, അതുകൊണ്ട് തന്നെ ഫ്ലവർ ഹൈപ്പോഗൈനസ് ആണ്. ദെൻ കാലിക്സ്, സെപ്പൽസ് 5, ഗ്യാമോസെപ്പാലസ് കണ്ടീഷൻ. Then corolla, petals 5, 1 standard petal, 2 wing petals and 2 keel petals. കീൽ പെറ്റൽസിൽ ചെറിയ യൂണിയൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് നമുക്ക് പാപ്പിലിയോണേഷ്യസ് കൊറോള എന്ന് പറയാം. പാപ്പിലിയോണേഷ്യസ് കൊറോളയാണ് ഫാബേസിയയിൽ ഉള്ളത്. ദെൻ ആൻഡ്രേഷ്യം സ്റ്റേമൻസ് 10, ഡൈഅഡൽഫസ് കണ്ടീഷൻ. ഇതൊന്ന് 9+1, 9 ഒരു ബണ്ടിലും 1 ഫ്രീയും ആയിട്ടുള്ള കണ്ടീഷനാണ്. ഗൈനീഷ്യം മോണോകാർപ്പലറി, ഒരു കാർപ്പലേ ഉള്ളൂ, ഗൈനീഷ്യത്തിന് ഒരു യൂണിറ്റേ ഉള്ളൂ, മോണോകാർപ്പലറി. അതുകൊണ്ട് തന്നെ ഒറ്റ ചേംബറേ കാണുകയുള്ളൂ. യൂണിലോക്കുലാർ വിത്ത് സുപ്പീരിയർ ഓവറി ആയതുകൊണ്ട് നമുക്കിതിനെ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെന്ന്, സുപ്പീരിയർ ഓവറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെന്ന്. ഇപ്പോൾ ഫ്ലോറൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലോറൽ ഫോർമുല എഴുതാം.